ഉമ്മ പഠിച്ചില്ലല്ലോ, പാഠഭാഗമൊന്നും ഞാൻ പഠിച്ചില്ലല്ലോ. പഠിച്ചിടാതെ ഇന്ന് പോയിടുവാനായി മടി തോന്നുന്നെനിക്കെൻ്റെ പുന്നാരയുമ്മ. പഠിച്ചില്ലല്ലോ ഉമ്മ, പഠിച്ചില്ലല്ലോ, പാഠഭാഗമൊന്നും ഞാൻ പഠിച്ചില്ലല്ലോ.
അനുഗ്രഹം ഞങ്ങൾക്കേകിടണേ. റബ്ബേ ഞങ്ങളെ തുണച്ചിടണേ, അനുഗ്രഹം ഞങ്ങൾക്കേകിടണേ. മിന്നി മിന്നി തിളങ്ങുന്ന താരങ്ങളെ, പുന്നാരദിനി ചിത്രശലഭങ്ങളെ, ഖുർആൻ സുന്ന പ്രചാരകരെ, ഉണരുക ഉണരുക നാം ഒന്നായി. മിന്നി മിന്നി തിളങ്ങുന്ന താരങ്ങളെ, പുന്നാരദിനി ചിത്രശലഭങ്ങളെ, ഖുർആൻ സുന്ന പ്രചാരകരെ, ഉണരുക ഉണരുക നാം ഒന്നായി. ഉണരുക ഉണരുക നാം ഒന്നായി. ഉണരുക ഉണരുക നാം ഒന്നായി. അസ്സലാമു അലൈക്കും. ഇബ്രാഹിം നബിയുടെ കാലത്ത് നടന്ന ഒരു സംഭവ കഥ ആസ്പദമാക്കി രചിച്ച ഒരു കൊച്ചു കഥാപ്രസംഗമാണ്. വലിയ കഥാപ്രസംഗം നടത്തി നിങ്ങളെ ആശ്ചര്യപ്പെടുത്താനൊന്നും എനിക്ക് കഴിയില്ല. കാരണം കാതികയല്ല, കലാകാരിയല്ല ഞാൻ, ഗായികയല്ല, കവിയുമല്ല. അതുകൊണ്ട് തെറ്റുകൾ വല്ലതും വന്നു പോയാൽ കുറ്റപ്പെടുത്താതിരിക്കൂ നിങ്ങൾ. ഒരിക്കൽ ഇബ്രാഹിം നബിയും ഭാര്യ സാറയും അഭയാർത്ഥികളായ ഒരു നാട്ടിലെത്തി. അക്രമിയും ക്രൂരനുമായ ഒരു രാജാവാണ് അവിടെ വാണിരുന്നത്. സാറ അതിസുന്ദരിയായിരുന്നു. അവരെ കണ്ട ചില രാജകുമാർ ഓടിച്ചെന്ന് രാജാവിനോട് പ്രകാരം ബോധിപ്പിച്ചു: പ്രഭു, അങ്ങയുടെ രാജ്യത്ത് ഒരു പെണ്ണ് വന്നിരിക്കുന്നു. അങ്ങേക്കല്ലാതെ അവൾ ഭൂഷണമാവില്ല. തൽക്ഷണം രാജാവ് ഇബ്രാഹിം നബിയെ ഏൽപ്പിച്ചു. അദ്ദേഹം ധർമ്മസങ്കടത്തിലായി. ഇബ്രാഹിം നബി സാറയുമൊത്ത് അഭയാർത്ഥികളായെത്തിയ നാട്ടിൽ അക്രമിയായൊരു രാജൻ വാണിടും കാലം. അവിടമിൽ അണയുന്നൊരു പെൺകുട്ടിക്ക് കഷ്ടകാലം. ഇബ്രാഹിം നബി സാറയുമൊത്ത് അഭയാർത്ഥികളായെത്തിയ നാട്ടിൽ അക്രമിയായൊരു രാജൻ വാണിടും കാലം. എന്നെ കീഴടക്കി സാറയെ രാജാവ് സ്വായത്തമാക്കും. ചിന്തിച്ചപ്പോൾ ഒറ്റ പാവഴിയെ കണ്ടുള്ളൂ. കൂടെയുള്ളത് സഹോദരിയാണെന്ന് പറയാം. ഇസ്ലാമിൽ അവൾ തൻ്റെ സഹോദരി തന്നെ. സാറയെ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കാതിരിക്കില്ല. അപ്പോൾ താൻ പറഞ്ഞതിന് അവൾ വിപരീതം പറഞ്ഞാൽ കള്ളിപ്പൊളിയും. തന്നിമിത്തം വേഗം ഭാര്യയെ സമീപിച്ച് അദ്ദേഹം ഇങ്ങനെ ഉപദേശിച്ചു: ഞാൻ പറഞ്ഞത് കളവാണ് നീ വരുത്തത്. നീ സഹോദരിയാണെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഇസ്ലാമിൽ നീ എൻ്റെ സഹോദരിയാണ്. ഞാൻ നീയുമല്ലാതെ ഭൂമുഖത്തൊരു മുസ്ലിം ഉള്ളതായി എനിക്ക് അറിഞ്ഞുകൂടാ. പറയണം പ്രിയേ, നീ സഹോദരിയാണെന്ന്. മുസ്ലിമായി നമ്മളെല്ലാം ദില്ലായി പൂവിൽ. അതിനാലുള്ളുരുകി പ്രാർത്ഥിക്കാം ഇലാഹിനോട്. പറയണം പ്രിയേ, നീ സഹോദരിയാണെന്ന്. മുസ്ലിമായി നമ്മളെല്ലാം ദില്ലായി പൂവിൽ. അതിനാലുള്ളുരുകി പ്രാർത്ഥിക്കാം ഇലാഹിനോട്. കിങ്കരന്മാർ സാറയെ കൊണ്ടുപോയി. ആ നിമിഷം തൊട്ട് ഇബ്രാഹിം നബി നമസ്കാരത്തിലും പ്രാർത്ഥനയിലും മുഴുകി. ഭാര്യയ്ക്ക് ഒരാപത്തും വരരുത് എന്ന് സർവശക്തനോട് കേണു. ആരാധ്യനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആരിലും നിഅമത്ത് ചൊരിയൂ നീ അല്ലാഹ്. ആരാധ്യനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആരിലും നിഅമത്ത് ചൊരിയൂ നീ അല്ലാഹ്. അല്ലാഹ് നീ ഖുദ്റത്തിനാലെ രക്ഷിക്ക് ഈ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ കാക്ക്. അല്ലാഹ്
സാറയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് ഉന്മത്തനായി തീർന്ന രാജാവ് അവരെ പിടിക്കാൻ കൈനീട്ടി. ചരിത്രം കളങ്കപ്പെടാൻ പോകുന്നു. ഓർത്തപ്പോൾ ഭയവും സങ്കടവും തോന്നി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, ആരും സഹായിക്കാനുമില്ല. അള്ളാഹുവിന് മാത്രമേ ഈ പരാക്രമിൽ നിന്ന് തന്നെ രക്ഷിക്കാനാവൂ. അവർ മനമുരുകി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞാൻ നിന്നിൽ നിന്റെ പ്രവാചകങ്ങളിൽ വിശ്വസിക്കുകയും ചരിത്രം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അവിശ്വാസിയുടെ ബലപ്രയോഗം നീ തടയണമേ. ഈ പ്രാർത്ഥന അവർ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ആരാധ്യനല്ലാ, അൽഹംദുലില്ലാ, ആരിലും നിഅമത്ത് ചൊരിയൂ നീ അല്ലാ. ആരാധ്യനല്ലാ, അൽഹംദുലില്ലാ, ആരിലും നിഅമത്ത് ചൊരിയൂ നീ അല്ലാ. അല്ലാ, നീ കുദ്റത്തി കൊണ്ടെന്നെ രക്ഷിക്ക്, ഈ ദുഷ്ടനിൽ നിന്നും എന്നെ കാക്ക്. അല്ലാ, നീ കുദ്റത്തി കൊണ്ടെന്നെ രക്ഷിക്ക്, ഈ ദുഷ്ടനിൽ നിന്നും എന്നെ കാക്ക്. സാറയുടെ സൗന്ദര്യത്തിൽ വിമത്തനായി തീർന്ന രാജാവ് അവരെ പിടിക്കാൻ കൈനീട്ടി. സാറയെ പിടിക്കാൻ നീട്ടിയ രാജാവിൻ്റെ കൈകൾ പെട്ടെന്ന് നിശ്ചലങ്ങളായി. അപ്പോൾ രാജാവ് അവരോട് അഭ്യർത്ഥിച്ചു, എൻ്റെ കൈവിടാൻ നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ. അവർ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് കൈകളുടെ പിടുത്തം വിട്ടു. സാറയെ വീണ്ടും ഉപദ്രവിക്കാൻ തന്നെയായിരുന്നു രാജാവിൻ്റെ ഭാവം. അവർ വീണ്ടും രാജാവ് സാറയെ ഉപദ്രവിക്കാൻ രാജാവിൻ്റെ കൈകൾ തുനിഞ്ഞു. അപ്പോൾ ആദ്യത്തേലും ശക്തിയായി കൈകൾ പിടിച്ചു വയ്ക്കപ്പെട്ടു. അപ്പോഴും രാജാവ് അവരോട് അഭ്യർത്ഥിച്ചതനുസരിച്ച് ഇപ്പോഴും സാർ പ്രാർത്ഥിച്ചു. വീണ്ടും കൈ ശരിയായപ്പോൾ സാറയെ ഉപദ്രവിക്കാൻ തന്നെയായിരുന്നു രാജാവിൻ്റെ ഭാവം. അപ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യത്തിലും ശക്തിയായി കൈ പിടിച്ചു വയ്ക്കപ്പെട്ടു. ഒടുവിൽ അയാൾ സത്യം ചെയ്തു, എൻ്റെ കൈവിടാൻ നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, അള്ളാഹു സത്യം. അവർ പ്രാർത്ഥിച്ചു. വീണ്ടും കൈകളുടെ പിടുത്തം വിട്ടു. അപ്പോൾ സാറയെ കൊണ്ടുവന്ന ആശ്രിതരോട് അവർ അട്ടഹസിച്ചു. ആക്രോശിച്ചു രാജൻ ആശ്രിതരോടായി, കൊണ്ടുപോകൂ ഇവളെ, അതിർത്തി കടത്തി വിടൂ. നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നത് ഒരു ചെകുത്താനെയാണ്, മനുഷ്യനെയല്ല. മനുഷ്യനെയല്ല. ഇവളെ ഈ രാജ്യത്ത് നിന്ന് കടത്തിവിടൂ. സഹോദരങ്ങളെ, ചരിത്രവും മാനവും കാത്തു സൂക്ഷിക്കാൻ സ്ത്രീ കാണിക്കേണ്ട വ്യഗ്രത നമുക്ക് ഈ കഥയിൽ നിന്നും കാണാം. മധ്യതരെയും നിരാലംബരെയും വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു തുണയ്ക്കുമെന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം. എൻ്റെ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളെന്താ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നോ? നമ്മൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അസ്സലാമു അലൈക്കും എന്നാണ് പറയേണ്ടത്. സലാം പറഞ്ഞാൽ നമ്മൾ മടക്കേണ്ടത് വലൈക്കും അസ്സലാം എന്നാണ്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് സലാം പറയേണ്ടത്? എങ്ങനെയാണ് സലാം മടക്കേണ്ടത്? നാളെ ക്ലാസ്സിൽ വരുമ്പോൾ ഇത് പറയണം. സാലിം ഹാജർ, ജസീൽ ഹാജർ, നസീബ് ഹാജർ, ഇഹ്സാൻ ഹാജർ, അമീന ഹാജർ, അമൽ ഹാജർ, നജിയ, നസരിയ, നൗഫില. ഇന്നലെ പറഞ്ഞതൊക്കെ എഴുതിയാ? പഠിച്ച? ഇന്നലെ എന്താ എടുത്തത്? ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങൾ എത്ര?
നമ്മളെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു. ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേത് എന്താണ്? ഹജ്ജ്. ഇസ്ലാം കാര്യങ്ങളിൽ നാലാമത്തേത് എന്താണ്? നോമ്പ്. നോമ്പ്. ശരി, നമുക്കിന്ന് ഇത്ര എടുത്താൽ മതി. നിനക്ക് പഠിക്കാനൊന്നില്ലേ? ഇത് പഠിക്കടാ. പഠിക്കാടുന്ന് കുറുമ്പാട്ടല്ലേ? ഇതാരാണ്ട് ഈ പേന? ഇതാരാണ്ട് ഈ പേന? എന്തിനാണ്? എഴുതാൻ. ആ, അത് പോട്ടെ, നീ ഇരുന്ന് എഴുത്. ബാക്കിയുള്ള പേനോണ്ടേ കുത്തുകാരെ കണ്ടിരുന്ന എഴുത്. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം ജോലിയുള്ളതാണ്. ഞാൻ തിരക്കായി തരാം. വലൈക്കും സലാം. സാലിം, ഹാജർ. നസീബ്, ഹാജർ. ഇഹ്സാൻ, ഹാജർ. ജസീൽ, ഹാജർ. നൗഫില, അമീന, ഹാജർ. നസരിയ, അമൽ, നജിയ. സാലിം എന്തെന്നല്ല വരാഞ്ഞ്? എന്റെ ഉമ്മച്ചിക്ക് തലവേദന, പനി, ഉമ്മ വിറയൽ. ഇരിക്കി. ഇന്ന് നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് കഥ ഇഷ്ടാണോ? ഞാനൊരു കഥ പറയട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ആരുടെ മേലൊരു രാജസീൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കഥയിൽ മാത്രം, കണക്കിൽ മാത്രം ഇത്തിരി കുറച്ച് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. അവന് 2 ദിവസം മുമ്പ് കെട്ടിക്കൊണ്ടെന്ന് വാച്ച് പുതിയതാണ്. അത് ഇപ്പൊ കാണാനില്ല. പഴയ വാച്ചാണ് അവൻ കെട്ടിക്കൊണ്ടിരുന്നത്. ആർക്ക് കൊടുത്തെന്നാണ് പറഞ്ഞത്? സാലിമിന് കൊടുത്തെന്നാണ് അവൻ പറഞ്ഞത്. സാലിം ഇവിടെ വാ. ജസീൽ ഇവിടെ വാ. സാലിമിന് നിന്റെ വാച്ച് കൊടുത്തിരുന്ന? സാലിമേ അതെവിടെ? ആ വാച്ച് എവിടെ? നാളെ വരുമ്പോ കൊണ്ടുവരണം കേട്ടോ. അവന്റെ ഉമ്മയെ പോയി ഞാൻ കാണാം. നാളെ ഒരു മാസം എല്ലാവരും വരണം. താഴ്ത്തിക്കോ താഴ്ത്തിക്കോ. വിശേഷങ്ങള് ചോദിക്കട്ടെ. സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അസുഖങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഞാൻ ചായ എടുക്കട്ടെ. വേണ്ട വേണ്ട, ഞാനൊരു കാര്യം പറയാനാ വന്നത്. യാസിർ ജസീലിന്റെ കയ്യില് 2 ദിവസം മുമ്പ് കെട്ടിക്കൊണ്ടെന്ന വാച്ച് പുതിയതാണ്. അത് സാലിമിന് കൊടുത്തതാണ് അവൻ പറഞ്ഞത്. ഏതാണ്ട് ഒരു പുതിയ വാച്ച് സാലിമിന്റെ കൂട്ടുകാരൻ സാലിമിന് കൊടുത്ത്. അത് ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ അവന്റെ മാമാടെ മോൻക്ക് കൊടുത്തെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനതൊന്നും അന്വേഷിക്കാൻ പോയില്ല. ഒക്കെ പോട്ടെ, നീ ഇരിക്ക്. അതെ, അവൻ വരുമ്പോഴൊന്ന് അന്വേഷിക്കണം കേട്ടോ. നീ ഇരിക്ക്, ഞാൻ ചായ. സമയമില്ല, ഞാൻ പോട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് ഒരു പ്രധാന കാര്യം പറയാനാണ്. ഈയിടെയായി പലപ്പോഴും ക്ലാസ്സിൽ പല സാധനങ്ങൾ എടുത്ത് കളവ് ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടേതല്ലാത്ത സാധനങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവരുടേതല്ലാത്ത സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇതാരുടേതാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചറിയേണ്ടത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ അബൂദുജാജിന്റെ കഥ? മിക്ക ദിവസവും അബൂദുജാജ് പള്ളിയിലേക്ക് പോകുമ്പോൾ സമയം വൈകാൻ എത്തുന്നത്. ഒരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ എന്താ എന്നും പള്ളിയിലേക്ക് വരുമ്പോൾ നേരം വൈകി വരുന്നത്? അപ്പോൾ പറഞ്ഞു, എന്റെ അയൽവാസിയുടെ വീട്ടിലെ ഈത്തപ്പന മരം ഞങ്ങളുടെ വീട്ടിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. അതിൽ നിന്ന് വീഴുന്ന ഈത്തപ്പനം എന്റെ മകൻ എടുത്ത് ഭക്ഷിക്കുമെന്ന ഭയം
പള്ളിയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പള്ളിയിലേക്ക് നേരം വൈകുന്നത്. ഈ കാര്യം പറയാനാണ് നിങ്ങളെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കുമുസ്സലാം. മഹിഷറ നാളിലേക്കായി സന്മാർഗം തേടി ഇലാഹിനോടാകം നൊന്ത് ഇരവും പകലും തേടി ഇലാഹിനോടാകം നൊന്ത് ഇരവും പകലും തേടി ഇഹലോക ദുരിതത്തിൽ മോക്ഷം നീ തേടി നാളെ മഹിഷറ നാളിലേക്കായി സന്മാർഗം തേടി ക്ഷണിതമാം സുഖങ്ങളിൽ നയിച്ചു നീ ബിലിസിൻ കെണിയിൽ പെട്ടിലാഹീനെ മറന്നിടല്ലേ മന്നാൻ പണിഞ്ഞൊര ജഹന്നത്തിൽ കടന്നിടല്ലേ ഉടയവനാരുളിയ നമസ്കാരം മുടക്കല്ല റമളാനിൽ നോമ്പ് ആൽക്കാതിരും നീടല്ലേ നീയും കുറയാതെ ധർമ്മം ചെയ്യാൻ മറന്നിടല്ലേ ഇലാഹിനോടാകം നൊന്ത് ഇരവും പകലും തേടി ഇഹലോക ദുരിതത്തിൽ മോക്ഷം നീ നേടി നാളെ മഹിഷറ നാളിലേക്കായി സന്മാർഗം തേടി കഴിവുണ്ടതെങ്കിൽ മക്ക ഉരി തന്നിലെത്തി ഹജ്ജും ഒഴിയാതെ നടത്തുവാൻ മറന്നിടല്ലേ നീയും ഒഴിയാതെ നടത്തുവാൻ മറന്നിടല്ലേ റൗള ശരീഫത്ത് കാണാതാക്കാൻ ഉറച്ചിടല്ലേ തിരുതാഹ റസൂലിന്റെ അനുയായിയായി തീരാൻ ഇരുലോക ഗുണങ്ങളും കൈവന്നിടുവാൻ എന്നും അർഹമുറാഹിമീനെ കരുണ ചെയ്യൂ എന്നും അർഹമുറാഹിമീനെ കരുണ ചെയ്യൂ ഇലാഹിനോടാകം നൊന്ത് ഇരവും പകലും തേടി ഇഹലോക ദുരിതത്തിൽ സന്മാർഗം തേടി നാളെ പരലോകമോ സന്മാർഗം തേടി ങ്ങൾ ഞങ്ങൾ വാർഷിക സുദിനത്തിൽ അലങ്കാരം ചൊരിയാൻ കൈകൊട്ടി പാട്ടും പാടി ഇത വരുന്നേ ഞങ്ങൾ ഇത വരുന്നേ അരുമക്കീടാങ്ങൾ ഞങ്ങൾ വാർഷിക സുദിനത്തിൽ അലങ്കാരം ചൊരിയാൻ കൈകൊട്ടി പാട്ടും പാടി ഇത വരുന്നേ ഞങ്ങൾ ഇത വരുന്നേ ഞങ്ങളെ വാർഷിക സുദിനത്തിൽ ഇതാ ചെറിയൊരു ഒപ്പന പാടുന്നേ തെറ്റുകളും പല കുറ്റങ്ങളും കുറെ പാകപ്പിഴവുകൾ വന്നാലും സദസ്യരെ നിങ്ങൾ ക്ഷമിക്കേണേ ഞങ്ങൾ കുഞ്ഞുങ്ങളാണെന്നോർക്കേണേ സദസ്യരെ നിങ്ങൾ ക്ഷമിക്കേണേ ഞങ്ങൾ കുഞ്ഞുങ്ങളാണെന്നോർക്കേണേ വിശ്വമാകെയും ദൂതരാലേ ആഖിറത്തിലും പാവനമാലേ മാനവർക്കെന്നും മാർഗമാം ദീപം മന്നവനേകിയ ഖുർആൻ വെളിച്ചം മന്നവനേകിയ ഖുർആൻ വെളിച്ചം വിശ്വമാകെയും ദൂതരാലേ ആഖിറത്തിലും പാവനമാലേ മാനവർക്കെന്നും മാർഗമാം ദീപം മന്നവനേകിയ ഖുർആൻ വെളിച്ചം മന്നവനേകിയ ഖുർആൻ വെളിച്ചം അല്ലാ നിന്റെ ആയത്തായി മനുഷ്യകുലത്തെ ഇണകളാക്കി ശാന്തി സമാധാനം നൽകാനായി നിക്കാഹുണ്ടാക്കി പെണ്ണിൻ
ഇസ്ലാം സ്ത്രീയുടെ അഭിമാനത്തിനെന്നും വില കൽപ്പിച്ചല്ലോ, വില കൽപ്പിച്ചല്ലോ. ദീനിന്റെ നിർദ്ദേശങ്ങൾ മാറ്റി നിർത്തി പുരോഹിതന്മാർ ഇല്ലാത്ത ആചാരങ്ങൾ പുതുതായുണ്ടാക്കി. പെണ്ണിന്ന് വീട്ടിലായി പാവങ്ങൾ വെട്ടിലായി, പെണ്ണിന്ന് വീട്ടിലായി പാവങ്ങൾ വെട്ടിലായി. പെണ്ണിൻ്റെ മാതാപിതാക്കൾ ഗതിയില്ലാതുഴലുകയായി. ദീനിന്റെ നിർദ്ദേശങ്ങൾ മാറ്റി നിർത്തി പുരോഹിതന്മാർ ഇല്ലാത്ത ആചാരങ്ങൾ പുതുതായുണ്ടാക്കി, പുതുതായുണ്ടാക്കി. പൊന്നും മിന്നും താലിയുമാലകളേറെ ലഭിക്കാൻ ഞാൻ പെൺകുട്ടികളെ കെട്ടുകയില്ല ഈ കാലത്ത്. പുരുഷന്മാരെ ചന്തയിലേവൻ കാലി കച്ചവടം പോൽ വിൽക്കുകയാണ് പടച്ചോനെ ഈ ലോകത്ത്. പൊന്നും മിന്നും താലിയുമാലകളേറെ ലഭിക്കാൻ ഞാൻ പെൺകുട്ടികളെ കെട്ടുകയില്ല ഈ കാലത്ത്. പുരുഷന്മാരെ ചന്തയിലേവൻ കാലി കച്ചവടം പോൽ വിൽക്കുകയാണ് പടച്ചോനെ ഈ ലോകത്ത്. നിക്കാഹങ്ങ് കഴിഞ്ഞാൽ ഒരുപടി തക്കാരങ്ങൾ പിന്നാലെ, നിത്യം വരവായി പുതിയാപ്പിളയും നാത്തൂന്മാരും പിന്നാലെ. ഒന്നു മുടങ്ങിപ്പോയാൽ പിന്നെ അമ്മായിക്കും മുറുമുറുപ്പ്, ഒപ്പം കൂടാൻ പുതിയാപ്പിളയും പരിവാരങ്ങളും മുന്നാലെ. എന്തൊരു ഹാലാണ് നമ്മൾക്കുള്ളൊരു പാടാണ്, അതിനാൽ പെൺമക്കൾക്ക് ഇന്നൊരു തണിയില്ല, പാവപ്പെട്ടോർക്കൊരു ഗതിയില്ല. പൊന്നും മിന്നും പൊന്നും മിന്നും താലിയുമാലകളേറെ ലഭിക്കാൻ ഞാൻ പെൺകുട്ടികളെ കെട്ടുകയില്ല ഈ കാലത്ത്. പുരുഷന്മാരെ ചന്തയിലേവൻ കാലി കച്ചവടം പോൽ വിൽക്കുകയാണ് പടച്ചോനെ ഈ ലോകത്ത്. സ്ത്രീധനമെന്നത് പിഴവാണ്, അത് സ്ത്രീകൾക്കെന്നും വിനയാണ്. എന്തിന് സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണിൽ, നരകം വാങ്ങുന്നത് മണ്ണിൽ. സ്ത്രീധനമെന്നത് പിഴവാണ്, അത് സ്ത്രീകൾക്കെന്നും വിനയാണ്. എന്തിന് സ്ത്രീധന ചോറും തിന്ന് പാപം പേറുന്നത് മണ്ണിൽ, നരകം വാങ്ങുന്നത് മണ്ണിൽ. മുത്ത് നബി അത് വാങ്ങിയില്ല, അത് വാങ്ങാൻ നമ്മോടോതിയില്ല. മഹർ കൊടുത്താൽ നല്ല വിവാഹം പോരെ നമുക്കീ ദുനിയാവിൽ, പോരെ നമുക്കീ ദുനിയാവിൽ. മുത്ത് നബി അത് വാങ്ങിയില്ല, അത് വാങ്ങാൻ നമ്മോടോതിയില്ല. മഹർ കൊടുത്താൽ നല്ല വിവാഹം പോരെ നമുക്കീ ദുനിയാവിൽ, പോരെ നമുക്കീ ദുനിയാവിൽ. ഒന്നിച്ചൊന്നായി തടയണം, നാം ഒന്നിച്ചൊരു പട തീർക്കേണം. സോദരരെ ഈ പാപം പേറി നരകം വാങ്ങിയിടരുതാരും, നരകം വാങ്ങിയിടരുതാരും. ഒന്നിച്ചൊന്നായി തടയണം, നാം ഒന്നിച്ചൊരു പട തീർക്കേണം. സോദരരെ ഈ പാപം പേറി നരകം വാങ്ങിയിടരുതാരും, നരകം വാങ്ങിയിടരുതാരും. തരുണികൾ ജീവനൊടുക്കുന്നു, അവരിണ തുണയില്ലാതാവുന്നു. പണ്ഡിതരും പണമുള്ളവരും ഇതിൽ പങ്കാളികളായി തീരുന്നു, പങ്കാളികളായി തീരുന്നു. തരുണികൾ ജീവനൊടുക്കുന്നു, അവരിണ തുണയില്ലാതാവുന്നു. പണ്ഡിതരും
പണമുള്ളവരും ഇതിൽ പങ്കാളികളായി തീരുന്നു. പങ്കാളികളായി തീരുന്നു. അല്ലാന്റെ ദീനീനെ മുറുകെ പിടിക്കുന്നോർ മുത്ത് റസൂലിനെ ആദരിച്ചിടുന്നോർ പെണ്ണിൻ്റെ അവകാശം വകവെച്ചു കൊടുത്തോളി. പെണ്ണെന്നാൽ അല്ലാഹു ഏൽപ്പിച്ച മാനത്താം. അല്ലാന്റെ ദീനീനെ മുറുകെ പിടിക്കുന്നോർ മുത്ത് റസൂലിനെ ആദരിച്ചിടുന്നോർ പെണ്ണിൻ്റെ അവകാശം വകവെച്ച് കൊടുത്തോളി. പെണ്ണെന്നാൽ അല്ലാഹു ഏൽപ്പിച്ച മാനത്താ. പെണ്ണെന്നാൽ അല്ലാഹു ഏൽപ്പിച്ച മാനത്താ. പെണ്ണെന്നാൽ അല്ലാഹു ഏൽപ്പിച്ച മാനത്താ. Thank you, Nofila and party. മിന്നിടും മിന്നാമിനുങ്കു ഡംബരത്തിൽ നോക്കൂ. ആരിതിൻ്റെ പിന്നിലാരി ചൊല്ലിതാരുണ്ടാക്കി. ആരിതെന്നുവാനിട കത്തിടാനുണ്ടാക്കി. ഏകനാമല്ലാഹു തന്നിടൊക്കെയുമുണ്ടാക്കി. ഏറെ ആശ്ചര്യപ്പെടുത്തും കാഴ്ചകളുണ്ടാക്കി. പകലിലൊക്കെ കത്തിത്തീർക്കും സൂര്യനാരുണ്ടാക്കി. രാത്രി വെളിച്ചമേഘ ചന്ദ്രനാരുണ്ടാക്കി. ഏകനാമല്ലാഹു തന്നിടൊക്കെയുമുണ്ടാക്കി. ഏറെ ആശ്ചര്യപ്പെടുത്തും കാഴ്ചകളുണ്ടാക്കി. നാം വസിക്കും ഭൂമിയിൽ വെള്ളമാരുണ്ടാക്കി. നാശസിക്കുവായി തദ്ദേശമാരി നൽകി. ഏകനാമല്ലാഹു തന്നിടൊക്കെയുമുണ്ടാക്കി. ഏറെ ആശ്ചര്യപ്പെടുത്തും കാഴ്ചകളുണ്ടാക്കി. കേൾക്കുവിൻ സഹോദര അല്ലാഹുവിൻ മഹത്വത്തെ. നമിക്കുവിൻ അവനെ ഇടവിടാതെ നിത്യവും. കേൾക്കുവിൻ സഹോദര അല്ലാഹുവിൻ മഹത്വത്തെ. നമിക്കുവിൻ അവനെ മാത്രം ഇടവിടാതെ നിത്യവും. അസ്സലാമു അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബഹുമാന്യനായ അധ്യക്ഷരെ, ഗുരുനാഥന്മാരെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കിന്നിവിടെ ഒരുമിച്ച് കൂടുവാനും നമ്മുടെ മദർസയുടെ വാർഷികം ആഘോഷിക്കുവാനും ഭാഗ്യം ലഭിച്ചത്. അതിനാൽ ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ സന്ദർഭത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ആശയം തൗഹീദിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും തൗഹീദ് എന്തെന്നറിഞ്ഞവരാണ്. തൗഹീദ് അറിയാൻ ഭാഗ്യം ലഭിച്ചവരാണ്. തൗഹീദ് അറിയാതെ ഒരാൾക്കും തന്നെ മുസ്ലിം ആവാൻ സാധിക്കുകയില്ല. തൗഹീദിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശ്രേഷ്ഠമായ വചനമാണ്. എല്ലാ ആളുകളും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്. റോഡിലൂടെ പോകുന്ന യാചകന്റെ നാവിൽ നിന്ന് വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഉമ്മമാർ കുട്ടികളെ താരാട്ടാട്ടുമ്പോൾ അവരും പറയുന്ന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഗൗരവമോ അത് നൽകുന്ന സന്ദേശമോ ആരും ചിന്തിക്കാറില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നിന്നിലേക്ക് അടുക്കുവാനും നിന്നോട് പ്രാർത്ഥിക്കുവാനും എനിക്കൊരു വചനം നീ പഠിപ്പിച്ചു താ.
മൂസാ നീ ഭയപ്പെടണ്ട എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിന്റെ അടിമകളായ എല്ലാ ദാസന്മാരും ഈ വചനം പറയുന്നവരാണ്. ഇതിലും ശ്രേഷ്ഠമായ ഒരു വചനം നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതാ. മൂസാ നീ എന്താണ് പറയുന്നത് എന്ന് നിനക്കറിയുമോ? 7 ആകാശങ്ങളും ഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളും ഒരു തുലാസിലും മറ്റേ തുലാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്കുകയാണെങ്കിൽ ഘനം തൂങ്ങുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനായിരിക്കും. സഹോദരാ, 7 ആകാശങ്ങളെക്കാളും 7 ഭൂമികളെക്കാളും അതിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും ഘനം തൂങ്ങിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ് എന്റെയും നിങ്ങളുടെയും മനസ്സുകളിലുള്ളത്. അതിനാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം നാം മനസ്സിലാക്കണം. ഈ ലോകത്ത് 1 ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാർ പ്രധാനമായി പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ളലു മാ ഖുൽതു അന വനബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതിനാൽ നാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം നാം മനസ്സിലാക്കണം. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ നേർച്ചകളും വഴിപാടുകളും നടത്താവൂ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം. ഇതിന് വിപരീതമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ ബഹുദൈവ വിശ്വാസിയായി മാറി. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് ശിർക്ക് ചെയ്യരുത്, അത് അല്ലാഹു ഒരിക്കലും പൊറുത്തു തരുക പാപമാണ്. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, വലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ. നിങ്ങൾ അല്ലാഹുവിന് സമന്മാരായി ഉണ്ടാക്കരുത്. അതിനാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാം മനസ്സിലാക്കണം, അതിന്റെ താല്പര്യം നാം മനസ്സിലാക്കണം. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുക, മൺമറഞ്ഞു പോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാതിരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പകർത്തുക. ഞാൻ എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകും, അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു കാത്തിരുന്ന് ഇന്നലെയും കത്തെഴുതി ആശയ ഞാൻ പോസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ എൻ്റെ ഉമ്മ നാട്ടിലൊന്ന് വന്ന് പോവാൻ ലീവിനായി ഏറെ നാളായി കാത്തിരിപ്പ് വേണ്ടി വന്നു. ഹൈ ഇതെന്തു കോലം പൊന്നുമോളെ, നിന്നെയൊന്ന് കണ്ടിടുവാൻ കാടിറങ്ങി വന്ന ആദിവാസികൾക്കിന്നെത്ര ചന്ത മാറി മറിയാദിക്കളെ തുണി തികഞ്ഞതുള്ളു, ബാക്കി കൊണ്ട് സഞ്ചി തയ്ച്ച് വിറ്റതോ നീ ചൊല്ല് വേഗം. എന്തിനുമ്മ ഇത്രയും പരാതിയൊക്കെ ചൊല്ലിടുന്നു, നാണമില്ലീതാളുകൾക്ക് ഒന്നുമിണ്ടാതിരുന്നു കൂടെ. കഴുത ചീറും മാതിരീന് ഒച്ച വെച്ച് ചീരിടുമ്പോ കാല് ഞാൻ അടിച്ചൊടിക്കും, ഇന്നിതൊക്കെ ചുട്ടിടും ഞാൻ. മാപ്പിനും കേണിടും നാവിറങ്ങിപ്പോയോ നിന്റെ നാണമൊക്കെ പോയൊളിച്ച ദീനിസ്ലാമിന്റെ നാട് പക്കയും മറന്നു പോയോ. മാപ്പിനും കേണിടുന്നു, ചെയ്തതൊക്കെ തെറ്റ് തന്നെ ബോധ്യമായ എനിക്കു താനെ റബ്ബിനോട് തേടാം. അർഹമുറാഹിമായ റബ്ബിനോടായി തേടാം. പടച്ച റബ്ബേ പൊറുത്തിടേണേ, ഞങ്ങളെ കാക്കേണേ. അസ്സലാമു അലൈക്കും.
എടാ ബാപ്പുഞ്ഞേ നീ എവിടെ പോയി കിടക്കണ്ട? ഒരാളെന്നെ വിളിച്ചാ? ഇല്ല വിളിച്ചില്ല. ഞാൻ കരുതി വിളിച്ചു. നീ ഇതെവിടെ പോണ്ട? അല്ല മുതലാളി പറഞ്ഞു വിളിച്ചില്ല. ഓ ഈ മണ്ടന്മാരെ കൊണ്ട് തോറ്റ്. ഞാൻ പറഞ്ഞ കാര്യം വല്ല നീ ചെയ്താ? എന്ത് കാര്യം? എടാ ആ തെക്കേ പറമ്പിലെ മറിയതിന്റെ നിന്നോട് പലിശ മുതൽ മേടിക്കാൻ പറഞ്ഞ് മേടിച്ചാ നീ? അവന്റെ അടുത്ത് ഞാൻ പലതവണ പോയത്. ഓരോന്ന് പറഞ്ഞാണ് എന്നെ പറ്റിക്കും. നിന്നൊക്കെ പറ്റിക്കാൻ പറ്റുള്ളൂ. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവനെ കാണുമ്പോഴേ മുതലും പലിശ തന്നിട്ടില്ല അവന്റെ കൂട്ടി ഒഴിപ്പിക്കുന്നു. അതിനെനിക്ക് മുതലാളിന്ന് പോകണമെന്നില്ല. പിന്നെ അതവരെ വാടക്കാരൊക്കെ ഒഴിപ്പിച്ചോളൂ. ഈ പഹനെ കൊണ്ട് വല്ലാത്ത പുല്ലാപ്പായിട്ടാ. അവൻ പഠിച്ച കള്ളൻ. ആ നിന്നെ പോലെ തന്നെ. അയ്യോ മുതലാളി ചങ്കി കൊള്ളാർത്താൻ പറയും. എടാ മോനെ നീ തടപ്പുണ്ടാ? ആ വാപ്പ എൻ്റെ കട ഉദ്ഘാടനമാണ് നാളെ 10 മണി. നമ്മളെ പുതിയ കടയാണ്. എന്നിട്ട് മോനെ നിന്നോടൊന്നും പറഞ്ഞില്ലല്ല? പിന്നെ നിങ്ങളോടൊക്കെ പറയാൻ ആർക്കും നേരം എല്ലായിടത്തും ചെന്ന് കേൾക്കാൻ വന്നിപ്പോ വാപ്പാക്കും വേണ്ട. അതെ എല്ലാ നീ ഇവരും പോയില്ലേ? പിന്നെ ഞാൻ പോയിട്ട് വാചനക്ക് പോയിട്ടോടാ. നിനക്കെന്താണോ? ബാബാ എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. നിനക്കെന്തിനിപ്പോ പൈസ? ആ സാജിക്ക് സാരി മേടിക്കാനാ. കഴിഞ്ഞ ആഴ്ചയല്ല പുതിയ സാരി മേടിച്ചേ? അത് ഇപ്പൊ അവളുടെ മാമടമാര് കല്യാണം ഉണ്ടെന്ന്. ഇതിനൊക്കെ അവിടെ നിന്നിട്ട് പൈസ അതൊന്നും എനിക്കറിയണ്ട. വാപ്പ പറഞ്ഞ സ്ത്രീ എണ്ണി തന്നെ ഞാൻ അവളെ കെട്ടിക്കൊണ്ടുവന്നത്. അതിന്റെ പേര് അവൾ എന്റെ പേര് കുറെ ഭരണം നടത്തണ്ടാ. അതൊക്കെ ചിലപ്പോ സഹിക്കേണ്ടി വരും. ബാബു പൈസ തരുന്നുണ്ടോ? ഇത് കൊഴപ്പായിപ്പോ പൈസ പോണൊരു വഴികള്. വലൈക്കും അസ്സലാം. എവിടെ പോയേക്കായിരുന്നു മുസ്ലിയാരി? പള്ളി പോയക്കാരൻ. ഇവിടെ ഉള്ളവർക്ക് ആ വിചാരമൊന്നുമില്ലല്ലോ. ഒരു ഉപദേശം എന്നേക്കണ്. ഉപദേശം ഒന്നല്ലോ വാപ്പ. വാപ്പാടി പോക്കി എനിക്ക് വളരെയധികം വേദനയുണ്ട്. വാപ്പാടി പലിശയുടെ കാണുമ്പോൾ ഞാൻ വളരെയധികം വേദനിക്കുന്നു. ആ വേദന ഞാൻ സഹിച്ചു. ഇവിടുത്തെ വേദന അല്ല വാപ്പ, നാളെ പരലോകത്തൊരു വേദന വരാണ്ട്. അതിനെ കുറിച്ചാണ് എനിക്ക് പേടി. എന്റെ ഉപദേശം കേട്ടിക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോണു. എവിടെ പോയിക്കാർന്ന്? സലാം പറഞ്ഞു വാപ്പ നിക്കാ. ഓ ഒരു സലാം ഞാനതാണ് മറന്നായില്ലൊക്കെ. അങ്ങനെ മറക്കാൻ പാടില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുകൊണ്ട് സലാം പറയണം. മാത്രമല്ല ഓരോ മുസ്ലിമിനെ ബാധ്യതമാണ്. ഇനി ഞാൻ അത് ചെയ്ത് വെക്കാം. ആ അത് പോട്ടെ. ബാപ്പുനിക്ക് അവിടെ പോയിട്ടാ? ഞാൻ ആ കുഞ്ഞു ഇതിന്റെ അവിടെ പോയിരുന്നു. ആ മുതൽ മരിച്ച മേടിക്കാൻ. ഓ ബാപ്പുനിക്കോടെ എത്രാമത്തെ വട്ടമായി പറയണേ. പലിശ കൊടുക്കലും വാങ്ങലും മാത്രമല്ല അതിന്റെ കണക്കെഴുത്ത് ഹറാമാ. മാത്രമല്ല അത് 7 മഹാപാപം പെട്ടതുമാണ്. അല്ല ഇതൊന്നും നമ്മളറിയില്ല. ഇങ്ങനെ നിന്റെ പടക്കാൻ നിൽക്കൂല. ഞാൻ അത് പോട്ടെ. ഒന്ന് സലാം പറഞ്ഞിട്ടോ വാപ്പ. ഓ അസ്സലാമു അലൈക്കും. മനുഷ്യനിട്ട് ഇടങ്കാക്കും. ആ ബാങ്കിലേക്ക് ആ അല്ലെങ്കിൽ ഒരു കാര്യം അതേ ഞാൻ പോരാ. അതേ ആരെങ്കിലും ഇത്തിരി വെള്ളം താടാ. അയ്യോ അയ്യോ ഇത്തിരി വെള്ളം താടാ. മോനെ യൂനിസേ ഇത്തിരി വെള്ളം താടാ. വെള്ളം വാപ്പാക്ക് വേറെ പണിയൊന്നുമില്ല. അവിടെ ചെന്നിരിക്കും. മാറ്റി ഇവിടെ പ്രാന്ത് പിടിച്ചിരിക്കും. ബിസിനസ്സൊക്കെ പൊളിഞ്ഞിരിക്കും. അയ്യോ ആരെങ്കിലും ഇത്തിരി വെള്ളം താടാ. അയ്യോ മോനെ സക്കീറെ നീ എങ്കിലും ഇത്തിരി വെള്ളം താടാ. ആ ഞാനിവിടെ സാജിയിൽ സാരി മാറ്റാൻ കൊണ്ടുവാ. അവളവിടെ കയറോട്ടിച്ചിരിക്കണം. അപ്പോൾ വാപ്പയുടെ ഒരു വെള്ളം. അയ്യോ ആരെങ്കിലും ഇത്തിരി വെള്ളം താ. അയ്യോ ആ അയ്യോ ആ എന്ത് പറ്റി വാപ്പ? ഇത്തിരി വെള്ളം താടാ. അയ്യോ ആ എന്ത് പറ്റി? ഇപ്പോഴും സമാധാനമായത്. എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോയടാ. പിന്നെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. അത് സാരില്ല വാപ്പ. ഇപ്പോഴേ സത്യം മനസ്സിലായല്ലോ. ശരിയാണ്. ഞാൻ ഇത്ര നാളും ചെയ്ത ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഞാൻ ഇനി ഒരിക്കലും പലിശ വാങ്ങില്ല. ഒരിക്കലും ആരും ഉപദ്രവിക്കുകയുമില്ല. ഞാൻ ഇന്ന് മുതൽ പുതിയ മനുഷ്യനാണ്. അള്ളാഹു വാപ്പാൻ അനുഗ്രഹിക്കട്ടെ. ആ യൂനസിന്റെ ബിസിനസ്സൊക്കെ പൊളിന്ന് പറഞ്ഞിട്ടു. അയ്യോ അവന് പിന്നെ എന്ത് ചെയ്യടാ? ഒരു മാർഗം കാണുമായിരിക്കും.
അവനിനി എങ്ങനെ ജീവിക്കും? മോനെ യൂനസേ, നിനക്കെന്ത് പറ്റിയടാ? പോയോ അപ്പ, എൻ്റെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു, എല്ലാം തകർന്നു. അതിനിടെ എൻ്റെ വാക്കുകളുടെ സ്നേഹം പോലെ. അത് സാരിലിക്ക, ബിസിനസ്സൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. നാം എന്ത് കാര്യം ചെയ്യാൻ വാപ്പോട് കൂടി ആലോചിക്കണം. അള്ളാഹുവിനെ മറന്നുള്ള പ്രവർത്തികൾ നമുക്ക് ദോഷമേ ചെയ്യും. ശരിയാണ് മോനെ, എനിക്കെല്ലാം മനസ്സിലായി. നമ്മൾ അള്ളാഹുവിനെ മറന്നെന്ത് ചെയ്താലും നമുക്കെല്ലാം നഷ്ടമാവുന്നു. ബാബാ, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ഈ സാഹചര്യ വാക്കൊന്നും കേൾക്കൂല. നീ അങ്ങനെ ഒരിക്കലും പറയരുത്. നീ നമ്മൾ സാഹചര്യം അനുസരിക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. സ്ത്രീകളെ അനുസരിക്കണം, ബഹുമാനിക്കുകയും വേണം. ഇത്താനും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ശരിയാണ്, ഇപ്പോഴെല്ലാവരും സത്യം മനസ്സിലാക്കി. അതെ, നാം ഇത്രയും നാൾ നഷ്ടക്കാരിലായിരുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെല്ലാം നഷ്ടക്കാരിലാണ്. ഞാൻ പോയി തരാം. നമുക്കെല്ലാവർക്കും പള്ളിയിലോട്ട് പോവാം. ഹിമ്മത്തി എന്ന് കരഞ്ഞ് മൈഷറ മണ്ണിലും എത്തും റസൂല്. ഉമ്മത്തി ഉമ്മത്തി എന്ന് കരഞ്ഞ് മൈഷറ മണ്ണിലും എത്തും റസൂല്. യാ നഫ്സി എന്ന് നാം ചൊല്ലിടും നേരം തീവയിൽ ഉടലുയിരെ ഉരുകിടും നേരം. യാ നഫ്സി എന്ന് നാം ചൊല്ലിടും നേരം തീവയിൽ ഉടലുയിരെ ഉരുകിടും നേരം. ഉമ്മത്തി ഉമ്മത്തി എന്ന് കരഞ്ഞ് മൈഷറ മണ്ണിലും എത്തും റസൂല്. പുന്നാരം ചൊല്ലി വരാനും മയില്ല, മുത്തായ ബാബ പോലും അരികിലില്ല. പുന്നാരം ചൊല്ലി വരാനും മയില്ല, മുത്തായ ബാബ പോലും അരികിലില്ല. അപ്പോഴും കൂടെ നിന്ന് റബ്ബോട് തേടുവാൻ, അപ്പോഴും കൂടെ നിന്ന് റബ്ബോട് തേടുവാൻ ഈ കാണും സൂര്യഗോളം താനിറങ്ങും. ഈ രണ്ടു കണ്ണുകളും നെഞ്ചിലെത്തും. ഈ കാണും സൂര്യഗോളം താനിറങ്ങും. ഈ രണ്ടു കണ്ണുകളും നെഞ്ചിലെത്തും. അന്നേരം കൽബ് നൊന്ത് ഇന്തോല തണലുമായി, അന്നേരം കൽബ് നൊന്ത് ഇന്തോല തണലുമായി. മൗത്തിന്റെ നേരത്തന്ന് നബി പറഞ്ഞു, സക്രാത്തിൽ ഉമ്മത്തിയെ കാത്തിടണേ. മൗത്തിന്റെ നേരത്തന്ന് നബി പറഞ്ഞു, സക്രാത്തിൽ എപ്പോഴും ഷഫാത്ത് ചെയ്യുന്ന പൂമണി. മണ്ണിലും എത്തും റസൂല്. ഉമ്മത്തി ഉമ്മത്തി എന്ന് കരഞ്ഞ് മൈഷറ മണ്ണിലും എത്തും റസൂല്. യാ നഫ്സി എന്ന് നാം ചൊല്ലിടും നേരം തീവയിൽ ഉടലുയിരെ ഉരുകിടും നേരം. യാ നഫ്സി എന്ന് നാം ചൊല്ലിടും നേരം തീവയിൽ ഉടലുയിരെ ഉരുകിടും നേരം. അസ്സലാമു അലൈക്കും. നിനക്കാണി സർവ രക്ഷയും സ്വീകരിച്ചിടേണേ നാദ പ്രാർത്ഥന. കാട്ടറബി കൂട്ടർക്കിടയിൽ കാമിലർ നബിയോർ വന്നുദിച്ചു പുണ്യമക്ക
തന്നിൽ വന്നുദിച്ചു പുണ്യമക്ക പ്രദേശം തന്നിൽ കാട്ടറബി കൂട്ടർക്കിടയിൽ കാമിലർ ത്വാഹാൻ നബിയോർ വന്നുദിച്ചു പുണ്യമക്ക പ്രദേശം തന്നിൽ വന്നുദിച്ചു പുണ്യമക്ക പ്രദേശം തന്നിൽ പുണ്യമാസം ഔവൽ നാളിൽ പൂർണ്ണ തിങ്കൾ പൂത്തരാവിൽ പൊൻപിറവിയായിതോദർ ഖുറൈശി വീട്ടിൽ പൊൻപിറവിയായിതോദർ ഖുറൈശി വീട്ടിൽ കാട്ടറബി കൂട്ടർക്കിടയിൽ കാമിലർ ത്വാഹാൻ നബിയോർ വന്നുദിച്ചു പുണ്യമക്ക പ്രദേശം തന്നിൽ വന്നുദിച്ചു പുണ്യമക്ക പ്രദേശം തന്നിൽ എങ്ങുമാഹ്ലാദത്തിനലകൾ ഏറമുളകം മാമിനായിൽ ഏവർക്കും സന്തോഷദോദർ ഊതി മാതിയായി ഏവർക്കും സന്തോഷദോദർ ഊതി മാതിയായി കാട്ടറബി കൂട്ടർക്കിടയിൽ കാമിലർ ത്വാഹാൻ നബിയോർ വന്നുദിച്ചു പുണ്യമക്ക പ്രദേശം തന്നിൽ വന്നുദിച്ചു പുണ്യമക്ക പ്രദേശം തന്നിൽ പരിശുദ്ധ ഖുർആന്റെ പൊരുൾ മക്കത്തുയർന്നപ്പോൾ കുടിലരം ഖുറൈശികൾ അരിശത്താൽ നബിയോരെ എതിർത്തു നിന്നേ പരിശുദ്ധ ഖുർആന്റെ പൊരുൾ മക്കത്തുയർന്നപ്പോൾ കുടിലരം ഖുറൈശികൾ അരിശത്താൽ നബിയോരെ എതിർത്തു നിന്നേ ശൂരിതം നിറഞ്ഞുള്ള ഉമർ ഹംസ തുടങ്ങിയോർ ശൂരിതം നിറഞ്ഞുള്ള ഉമർ ഹംസ തുടങ്ങിയോർ നിരവധി പരിശുദ്ധ റസൂലിന്റെ വഴിക്കു വന്നേ പരിശുദ്ധ ഖുർആന്റെ പൊരുൾ മക്കത്തുയർന്നപ്പോൾ കുടിലരം ഖുറൈശികൾ അരിശത്താൽ നബിയോരെ എതിർത്തു നിന്നേ മക്കത്തെ മൂപ്പന്മാർക്ക തറബികൾ കാലി തുള്ളി മക്കത്തെ മൂപ്പന്മാർക്ക തറബികൾ കാലി തുള്ളി മഹമുദർക്കെതിരായി മർദ്ദനാമൂറകൾക്കായി ഒരു കം കൂട്ടി വിശുദ്ധ ഖുർആന്റെ പൊരുൾ മക്കത്തുയർന്നപ്പോൾ കുടിലരം ഖുറൈശികൾ അരിശത്താൽ നബിയോരെ എതിർത്തു നിന്നേ ഖുറൈശി കോല കൊമ്പ റസൂലിനെ വാദിക്കാനായി ഖുറൈശി കോല കൊമ്പ റസൂലിനെ വാദിക്കാനായി കെണി വെച്ച് വളഞ്ഞപ്പോൾ ഹാത്തിമുൻ നബിയോരും ഒളിച്ചോടുന്നേ പരിശുദ്ധ ഖുർആന്റെ പൊരുൾ മക്കത്തുയർന്നപ്പോൾ കുടിലരം ഖുറൈശികൾ അരിശത്താൽ നബിയോരെ എതിർത്തു നിന്നേ മണിമക്ക ഹറമിൻ്റെ മിനാരങ്ങൾക്ക് രോമാഞ്ചം മധുറും അലയൊലിയായി ബിലാലിൻ നാദം
മദ്ഹൂറും അലയൊലിയാൽ ബിലാലിൻ നാദം. പൊള്ളും മണൽ കാട്ടിൽ തല്ലിക്കിടത്തി പൊള്ളലുമായതിനടി കൊണ്ട് പാറിപ്പറക്കും പറവകൾ പോലും പൊട്ടിക്കരഞ്ഞന്ന് ആ സമയം. കലിതുള്ളി ഉമയത്ത് ചീറി കഥനങ്ങൾ അനുദിനമേകി. കലിതുള്ളി ഉമയത്ത് ചീറി കഥനങ്ങൾ അനുദിനമേകി. അടിമത്തം പേറി ബിലാൽ അടരാടി കലിമത്താൽ. അടിമത്തം പേറി ബിലാൽ അടരാടി കലിമത്താൽ. മണിമക്ക മിനാരങ്ങൾക്ക് രോമാഞ്ചം. മദ്ഹൂറും അലയൊലിയാൽ ബിലാലിൻ നാദം. പൊള്ളും മണൽ കാട്ടിൽ തല്ലിക്കിടത്തി പൊള്ളലുമായതിനടി കൊണ്ട് പാറിപ്പറക്കും പറവകൾ പോലും പൊട്ടിക്കരഞ്ഞന്ന് ആ സമയം. കല്ലിത്തുള്ളി ഉമയത്ത് ചീറി കഥനങ്ങൾ അനുദിനമേകി. കലിതുള്ളി ഉമയത്ത് ചീറി കഥനങ്ങൾ അനുദിനമേകി. അടിമത്തം പേറി ബിലാൽ അടരാടി കലിമത്താൽ. അടിമത്തം പേറി ബിലാൽ അടരാടി കലിമത്താൽ. മണിമക്ക മിനാരങ്ങൾക്ക് രോമാഞ്ചം. മദ്ഹൂറും അലയൊലിയാൽ ബിലാലിൻ നാദം. വിട്ടത സഫർ പോകുന്നേ ഗുണനിധിയാം മുത്ത് റസൂലേ ഒത്ത ഹബീബ് അബൂബക്കർ മോത്ത് രബദിയാം ഉമ്മുൽ ഖുറയും വിട്ടത സഫർ പോകുന്നേ. കുഫിരിയത്തിൻ മാനസം തേടി അടിപ്പാടണ അറബി കൂട്ടം കുതാടി വാഴണ കാലമിൽ നബി വിലസിടുന്നേ. ഗുണനിധിയാം മുത്ത് റസൂലേ ഒത്ത ഹബീബ് അബൂബക്കർ മോത്ത് ഇറബദിയാം ഉമ്മുൽ ഖുറയും വിട്ടത സഫർ പോകുന്നേ. പാട്ടം കേട്ടി റസൂലിനെ ദേഹമറച്ച് നിരിക്കാൻ പൊരുതുമ്പോളതി കളികൾ നിറയുന്നേ. ഗുണനിധിയാം മുത്ത് റസൂലേ ഒത്ത ഹബീബ് അബൂബക്കർ മോത്ത് ഇറബദിയാം ഉമ്മുൽ ഖുറയും വിട്ടത സഫർ പോകുന്നേ. നീങ്ങിയ നേരം ശത്രു സമൂഹം ദേഹമറച്ച് നിത്യവും പല പല ദ്രോഹം ചെയ്തവർ വിലസിടുന്നേ. ഗുണനിധിയാം മുത്ത് റസൂലേ ഒത്ത ഹബീബ് അബൂബക്കർ മോത്ത് ഇറബദിയാം ഉമ്മുൽ ഖുറയും വിട്ടത സഫർ പോകുന്നേ. ഹദിയാ ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. വിലസിടും നാരി മാണിക്യ മലരായ മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. വിലസിടും നാരി ഖാതിമുൻ നബിയെ വിളിച്ച് കാച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമൂദിച്ചേ. മോഹമൂദിച്ചേ മാണിക്യ മലരായ ഹൂറി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാ
വിലസിടും നാരി വിലസിടും നാരി കച്ചവടവും കഴിഞ്ഞ് മുത്ത് റസൂലുള്ള വന്ന് കല്യാണാലോചനയ്ക്കായി ബീവി തൂനിഞ്ഞേ ബീവി തൂനിഞ്ഞേ മാണിക്യ മലരായ ഹൂറി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി തോഴിയെ ബീവി വിളിച്ച് കാര്യമെല്ലാതും മാന്യരാബൂ താലിബിന്റെ അരികിലായച്ചു അരികിലായച്ചു മാണിക്യ മലരായ ഹൂറി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി നബിയുടെ വരവും കാത്ത് ബീവി ഖദീജ റളിയല്ലാഹു അഴകരും മുത്ത് റസൂലുള്ളാനെ ധീരരെന്ന കാലം ചൂദിച്ച് പുന്നാര നബിയുടെ വരവും കാത്ത് ബീവി ഖദീജ റളിയല്ലാഹു അഴകരും മുത്ത് റസൂലുള്ളാനെ ധീരരെന്ന കാലം ചൂദിച്ച് മക്കത്തെ രാജാത്തി ബീവി അന്ന് സമ്പത്താലൊക്കുന്നോരില്ല അന്ന് മക്കത്തെ രാജാത്തി ബീവി അന്ന് സമ്പത്താലൊക്കുന്നോരില്ല അന്ന് മുത്ത് റസൂലുള്ള തങ്ങളന്ന് സമ്പത്തതില്ലാത്ത സാധു അന്ന് പുന്നാര നബിയുടെ വരവും കാത്ത് ബീവി ഖദീജ റളിയല്ലാഹു അഴകേറും മുത്ത് റസൂലുള്ളാനെ ധീരനെന്ന കാലം ചാഹൂദിച്ച് മക്ക ഖുറൈശി തറവാട്ടിലെ ഉത്തമ ഹാശിം കുടുംബത്തിലെ മക്ക ഖുറൈശി തറവാട്ടിലെ ഉത്തമ ഹാശിം കുടുംബത്തിലെ നേതാവ് അബ്ദുൽ മുത്തലിബിന്റെ അബ്ദുള്ള എന്നൊരു പൂമകനാം പുന്നാര നബിയുടെ വരവും കാത്ത് ബീവി ഖദീജ റളിയല്ലാഹു അഴകേറും മുത്ത് റസൂലുള്ളാനെ ധീരനെന്ന കാലം ചാഹൂദിച്ച് മുത്ത് നബിയുള്ള അഹദിന്റെ വചനങ്ങൾ ഉലകിതിലറിയിച്ച ശറഫുറ്റ നബി യാസീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗദാരിൽ അറിവിന്റെ കിരണങ്ങൾ തെളിയിച്ച അഷ്റഫുൽ ബശർ മുത്ത് നബിയുള്ള അഹദിന്റെ വചനങ്ങൾ ഉലകിതിലറിയിച്ച ശറഫുറ്റ നബി യാസീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും റഹ്മാനിലും സ്തുതി ഓതിയാദ്യമായി സമർപ്പണം സഹൃദയ സലാം അഖില ലോകത്താകെയും പ്രകാശദീപമായി ലോകത്തവതരിച്ചൊരാൻ റസൂൽ കരീമിനും സലാം റസൂൽ കരീമിനും സലാം
തുടങ്ങട്ടെ യാ അല്ലാഹ് സലാത്തും സലാമും ചൊല്ലി ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ് നമ്മുടെ കനിവിന്റെ കനിവുകൾ ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ് സലാത്തും സലാമും ചൊല്ലി ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ് ആദിയില്ലാഹി അംദുമൊഴി ഞങ്ങൾ കോൽക്കളി കാവ്യം തുടങ്ങിയിടട്ടെ ആരംഭത്തോഹനവിന്റെ പേരിൽ സലവാത്തും സലാമും ചൊല്ലിയിടട്ടെ ആദിയില്ലാഹി അംദുമൊഴി ഞങ്ങൾ കോൽക്കളി കാവ്യം തുടങ്ങിയിടട്ടെ ആരംഭത്തോഹനവിന്റെ പേരിൽ സലവാത്തും സലാമും ചൊല്ലിയിടട്ടെ അപ്പങ്ങളെമ്പാടും ഇഷ്ടമായി മോനെ വീട്ടിൽ വീട്ടമായി അപ്പാടെ അപ്പങ്ങൾ ഓരോരുത്തരും അറയിൽ ചുമന്ന് വരുന്നമ്മായി അപ്പങ്ങളെമ്പാടും ഇഷ്ടമായി വീട്ടിൽ വീട്ടമായി അപ്പാടെ അപ്പങ്ങൾ ഓരോരുത്തരും അറയിൽ ചുമന്ന് വരുന്നമ്മായി അടികളി ചുട്ടപ്പം മടിയിൽ വരും നെയ്യപ്പം മധുരമുള്ള പലതപ്പം മഴകൾ വരും നെയ്യപ്പം കൊണ്ടുവച്ചു മോനെ പൊന്നമ്മായി നമ്മുടെ പൊന്നാരമായി പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വീട്ടമ്മായി പാടെ അപ്പങ്ങളോരോരുത്തരും അറിയിച്ചുമെന്ന് വരുന്നമ്മായി അറുപത്തിൽ ചിരണിയും അറുപത്തിലും മകയും ബിരിയാണി ചോറും മക്കളും ഗോതമ്പത്തിൽ കഷ്ടപ്പെട്ട് നമ്മുടെ പൊന്നാരമായി വീട്ടമ്മായി അപ്പങ്ങൾ